ഇന്നലെ ഇറാന്റെ പാർലമെന്റിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് അടച്ചു പൂട്ടണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഏതൊരു എതിർപ്പുമില്ലാതെ അടയ്ക്കാം എന്ന ഉത്തരമാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടാതെ അയത്തുള്ള ഖമേനി ഇവർ രണ്ടുപേരുടെയും ഓർഡർ കിട്ടിയാൽ മാത്രം മതി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് പൂർണ്ണമായും ഇറാൻ അടയ്ക്കും. അതിനുള്ള എല്ലാ കപ്പലുകളും ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിനെ നോക്കി വന്നു എന്നുള്ള വിവരം നമ്മൾ കഴിഞ്ഞ ഭാഗത്തിലെ അറിഞ്ഞതാണ്. അമേരിക്ക ഈ ഒരു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഈ മിഡ് നൈറ്റ് ഹാമർ എന്ന ഓപ്പറേഷൻ എങ്ങനെ ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതിന്റെ ഒരു പൂർണ്ണമായ വിശദീകരണം ഒരു വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സ് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉത്തര കൊറിയയിൽ നിന്നും ഒരു ചരക്ക് ഇറാനിലേക്ക് വന്നു എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിനകം തന്നെ 2-3 കാർഗോ വിമാനങ്ങൾ ഉത്തര കൊറിയയിൽ നിന്നും ഇറാനിലേക്ക് വന്നു എന്നും നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ ചൈനയുടെ കാർഗോ ഫ്ലൈറ്റും ഇറാനിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ നേരെ മോസ്കോയിലേക്ക് ചെന്ന് പുടിനുമായി ചർച്ച നടത്തും. ഇതിൽ എന്ത് ഔട്ട്കം വരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ലോകരാഷ്ട്രീയത്തിൽ അടുത്ത ചില വഴിത്തിരിവുകൾ സംഭവിക്കുക. ഇറാന്റെ റെഡ് ക്രസന്റ് സംഘടന പറഞ്ഞിരിക്കുന്നത് അമേരിക്ക, ഇസ്രായേൽ ഇവർ ഒരുമിച്ച് നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ആളപായമൊന്നും സംഭവിച്ചില്ല. ആളപായമൊന്നും ഇല്ലാത്തൊരു ഓപ്പറേഷനായി ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞു. അടുത്തത്, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് ഇറാനിൽ ചെയ്തല്ലോ. അറ്റാക്ക് നടത്തി 24 മണിക്കൂർ പോലും ആകാതെ അതിനുള്ളിൽ ഇറാനിലെ ഒരു വെപ്പൺ ഡിപ്പോയിലും വലിയൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പൊ ഇസ്രായേൽ ഗ്രാജുവലായി ഇങ്ങനെ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതലേ നോക്കിയാൽ പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി, അടുത്ത് അവരുടെ ഈ മിസൈൽസ്, എയർ ഡിഫൻസ് സിസ്റ്റം ഇവക്കെതിരെയുള്ള ഒരു ആക്രമണം നടത്തി. മൂന്നാമതായി അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ, നാലാമതായി അവരുടെ ഈ പോർട്ടിൽ ആക്രമണം നടന്നു. അഞ്ചാമതായി അവരുടെ കോർഡിനേറ്റഡ് അറ്റാക്ക് സംഭവിച്ചു. ആറാമതായി സംഭവിച്ചതാണ് ഈ വെപ്പൺ ഡിപ്പോ അറ്റാക്ക്. അപ്പൊ ഇറാൻ തീർച്ചയായും അടുത്തൊരു വലിയ ആക്രമണം നടത്തും. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെയും ഒരു ആവശ്യം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ചെയ്യുന്നത്, ഇറാൻ എവിടെയെല്ലാമാണോ ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത് ആ ആയുധ ശേഖരത്തെ നോക്കി ഇവരുടെ അറ്റാക്ക് എല്ലാം ചെയ്യുന്നു. അതിന്റെ ആദ്യ ഭാഗമായാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം. കത്തിയെരിയുന്ന തീ, അതിന്റെ വീഡിയോസ് ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതോടുകൂടി യുദ്ധം അവസാനിപ്പിച്ചോ, ഈ ആക്രമണങ്ങളെല്ലാം അവസാനിപ്പിക്കുമോ ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ആദ്യം പറഞ്ഞത് വി ഹാവ് അനദർ ഗോൾ, ഞങ്ങൾക്ക് മറ്റൊരു ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യുന്നത് വരെയും ഇറാനിൽ തുടർന്ന് ഇതുപോലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന്. അപ്പോൾ അതർ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ അവിടെയുള്ള ഈ അയത്തുള്ള ഖമേനിയുടെ റെജീം ചേഞ്ച് ചെയ്യുക, അതല്ല എങ്കിൽ അദ്ദേഹത്തെ കൊല്ലുക. ഇത് രണ്ടുമാണ് ഇപ്പോഴത്തേക്ക് ഇസ്രായേലിനുള്ള ഒരു ലക്ഷ്യം. കാരണം ആദ്യത്തെ ടാർഗറ്റായ ന്യൂക്ലിയർ ത്രെഡിനെ അവർ നശിപ്പിച്ചു. അടുത്ത ബാലിസ്റ്റിക് ത്രെഡ് ഉണ്ടെന്നും പറഞ്ഞു, അതും അവർ നശിപ്പിച്ചു. ഇനി അവരുടെ പക്കലുള്ള ഒരു ത്രെഡ് എന്നത് അവിടെയുള്ള റെജീമാണ്, ഭരണകൂടം. അയത്തുള്ള ഖമേനിക്കെതിരെ ഒരു വലിയ സമരം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇറാനിൽ ആഭ്യന്തരമായി ഒരു വിപ്ലവം സംഭവിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം പ്രശ്നങ്ങൾ കാരണം ഒരു ആഭ്യന്തര വിപ്ലവം അവിടെ സംഭവിക്കും, അല്ലെങ്കിൽ അയത്തുള്ള ഖമേനിയുടെ ജീവനെ അപകടത്തിൽപ്പെടുത്താം. ഇവ രണ്ടും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കണ്ടാണ് ഇസ്രായേലിന്റെ അടുത്തടുത്ത നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അടുത്തത്, ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ രാജ്യങ്ങൾ. ബ്രിട്ടന്റെ റിഷി സുനാക്ക് പറഞ്ഞത് അതെ, അമേരിക്ക ചെയ്തത് കാൽക്കുലേറ്റീവായ ഒരു മെത്തേഡാണ് എന്ന്. അടുത്ത, യൂറോപ്യൻ യൂണിയനിലെ നേതാവായ ഉർസുല പറയുകയാണ് അതെ, അമേരിക്ക ഇത് ചെയ്തത് വളരെ വളരെ ശരിയാണ്. എന്ത് കാരണത്താലും ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന് അണുവായുധം ലഭിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും ആക്രമിച്ചു, ഇനിയിപ്പോ ഒരു ചർച്ചയിലൂടെയൊക്കെ വേഗം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക, ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാ എൻറിച്ച്മെന്റ് സൈറ്റ്സ്, ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ആക്രമണത്തിന് ഇരയായോ? ഈ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഇറാനെ കുറിച്ച് ധാരാളം വീഡിയോസ് അല്ലെങ്കിൽ ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇറാൻ പറഞ്ഞ മറ്റൊരു രഹസ്യമായ സന്ദേശമുണ്ട്. ഇല്ല, ഞങ്ങൾ പുതിയ എൻറിച്ച്മെന്റ് സൈറ്റ് സൃഷ്ടിച്ച് അതിൽ ഞങ്ങൾ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. വന്നാൽ ആ ന്യൂക്ലിയർ ഫെസിലിറ്റി ആർക്കും തന്നെ അറിയില്ല, വളരെ നിഗൂഢമായൊരു സ്ഥലത്താണുള്ളത്. അവിടെ നിന്ന് ഞങ്ങളുടെ അണുവായുധ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം വീണ്ടും പൂവണിയുമെന്നും പറഞ്ഞു. ഇപ്പൊ ഇസ്ഫഹാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റി, അതും അല്ലെങ്കിൽ നട്ടൻസ്, ഇവിടങ്ങളിലെല്ലാം ആക്രമണം നടത്തി. അപ്പോൾ ഈ ആക്രമണത്തിന് ശേഷം ഇറാനെ കൊണ്ട് അണുവായുധം ചെയ്യാൻ സാധിക്കില്ല. ഇറാൻ അണുവായുധം ചെയ്യുന്നത് ഞങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ പറഞ്ഞിട്ടുള്ള ഈ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണിത്. മറ്റൊരു രഹസ്യമായ സ്ഥലത്ത് ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. എന്നാൽ IAEA സംഘടന ഇത് നിഷേധിച്ചിട്ടുണ്ട്.
ഞങ്ങൾക്കറിയാതെ മറ്റൊരു അണ്വായുധ സൈറ്റ് അവരുടെ പക്കൽ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് അവരുടെ ഒരു റിസർച്ചിൽ പറയുന്നത് കുഹെ ഖൊദാംഗസ് മൗണ്ടൻ, ഇത് സൗത്ത് ഓഫ് നട്സാൻ പ്രദേശത്തുള്ള ഒരു മൗണ്ടൻ ആണ്. ഇതിന് താഴെ യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റ് തയ്യാറാക്കി അതിൽ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ഫെസിലിറ്റി തയ്യാറാക്കി അവിടെ കൊണ്ട് വെച്ചു എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സൈറ്റ് തന്നെ ആയിരിക്കുമോ ഇത്? ഇങ്ങനെ ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. അടുത്ത സൈറ്റ് ഇതാണ്, അപ്പോൾ പിന്നെ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഇതായിരിക്കും. ഇങ്ങനെ പല കോൺസ്പിറസി തിയറീസ് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ് എൻസർക്കിൾ ചെയ്ത് അവിടെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇറാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇറാന് വലിയൊരു വിജയം തന്നെയാണ്. കാരണം 24 മണിക്കൂറും ഇറാനെ നിരീക്ഷിക്കാൻ ചാരന്മാരുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഇവയെല്ലാം അപ്പുറം എല്ലാവരുടെ കണ്ണുകളിലും പൊടി വിതറി ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഞങ്ങൾ നിർമ്മിച്ചു എന്ന് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഒരല്പം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അടുത്തത് ചൈനീസ് വിദഗ്ധർ ഇറാനിൽ നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ഇമേജസ് എല്ലാം വെച്ചുകൊണ്ട് അതിന്റെ റിസർച്ച് എല്ലാം അവർ ചെയ്യുകയാണ്. അതിലൂടെ അവർ പറയുന്നത് തീർച്ചയായും അമേരിക്കയുടെ ബോംബുകൾ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ മതിയായ കേടുപാടുകളൊന്നും വരുത്തിയിട്ടില്ല. അവിടെയുള്ള ഇമേജസ് എല്ലാം നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇറാന് വളരെ ലിമിറ്റഡ് ഡാമേജ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഇറാൻ അവരുടെ ന്യൂക്ലിയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ എങ്ങനെയൊക്കെ മുന്നേറുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുവരെയും ധാരാളം കോൺസ്പിറസി തിയറീസ് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മിസ്റ്റീരിയസ് സ്ഥലം എന്ന് പറഞ്ഞല്ലോ, അതും ഒരു കോൺസ്പിറസി തിയറി ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ അടുത്തത് ഇറാനിൽ പല ആക്രമണം, കെമിക്കൽ ആക്രമണം ഇസ്രായേൽ അമേരിക്ക ചേർന്ന് ചെയ്യാനുള്ള അവസരങ്ങളുമുണ്ട്. അങ്ങനെ ഒരു കോൺസ്പിറസിയും വരുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇപ്പോൾ വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. ഇറാൻ തിരിച്ചടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണോ, തിരിച്ചടിക്കാനുള്ള സമയത്തിനായി കാത്തിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. എന്നാൽ അവസാന 24 മണിക്കൂറിൽ 27 മിസൈൽസ് അയച്ചതോടുകൂടി ഇറാൻ അവരുടെ തിരിച്ചടിയോടെ അവസാനിപ്പിച്ചു. പിന്നീട് പ്രത്യേകിച്ച് ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അതിനു മുൻപ് ഇസ്രായേൽ വീണ്ടും അവരുടെ അറ്റാക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയും അറിഞ്ഞതാണ്. ബഹ്റൈൻ ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങളുടെ വീടുകൾ വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരല്പം ശ്രദ്ധിക്കുക. കാരണം ബഹ്റൈൻ എയർബേസിൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ അമേരിക്കയുടെ ബേസസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളൊരല്പം ശ്രദ്ധിക്കുക എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലബനനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇൻവോൾവ് ആകാൻ തയ്യാറല്ല. ഈ യുദ്ധം ഞങ്ങളുടെ യുദ്ധമായി തോന്നുന്നില്ല. ഞങ്ങൾ ഇതിനെ കാൽക്കുലേറ്റീവ് മെത്തേഡിലാണ് കാണുന്നത്. ലബനന്റെ നേതാവ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലബനൻ ഇങ്ങനെ പറഞ്ഞാലും ഹിസ്ബുള്ള തീർച്ചയായും ഇറാന് സപ്പോർട്ടായി തന്നെ പെരുമാറും. എന്നാൽ ഈ ഹിസ്ബുള്ള, ഹമാസ് ഇവർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇറാന്റെ പ്രസിഡന്റ് പെസസ്കിയൻ ഇന്ത്യയുമായി ഒരു 45 മിനിറ്റോളം ഫോൺ കോൾ സംഭാഷണം നടത്തി. കൂടെ തന്നെ ഇന്ത്യ ഇറാനുമായും ഇസ്രായേലുമായും എങ്ങനെയാണ് ഒരു സൗഹൃദത്തിലുള്ളത് അതേ രീതിയിൽ ഒരു ചർച്ചയിലൂടെ ഇതെല്ലാം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു സമ്മർദ്ദം കൊടുത്തിട്ടുണ്ട്. ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഇന്ത്യ അവരുടെ ഒരു ദുഃഖം അറിയിച്ചിട്ടുണ്ട്. വീണ്ടും ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞതെല്ലാം ഇന്നലെ സംഭവിച്ച കുറെ അപ്ഡേറ്റ്സ് ആണ്. ഇതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ഇവയെല്ലാം അറിയാനായി വോയിസ് ഓഫ് ഇന്ത്യ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.